പുതിയ നോട്ട് പുതിയ ചെരുപ്പ് അതും മതിയോ? സർപ്രൈസ് ആയിട്ട് ആരാ വന്നത്? വാവ ഉറങ്ങിണീക്കുമ്പോ അലമാര ഉണ്ടാവും. അയ്യോ ബേബി കാസേരോണ്ട്. കാണാൻ സോറി ഗൈസ്. അപ്പോൾ ട്രെയിന് പോകണം. 5:30 ട്രെയിനാണ് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ ഗൈസ്? ട്രെയിനിൻ്റെ സമയം കൂടി എന്താ പറയുക, ഈ ട്രെയിൻ പോകുമ്പോൾ നമുക്ക് സമയം കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 5:30 5:45 ആ ഒരു ട്രെയിനാണ് പോകുന്നത്. അപ്പം ടൈം അതായി. സോ ഞാൻ എണീറ്റു. ഉമ്മയും വലിയപ്പൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ കിടന്നുറങ്ങാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾ അവരുടെ കൂടെയാണ്. ഇപ്പം നമുക്ക് ഇന്ന് അടുപ്പിൽ തീ കത്തിക്കണം. കാരണം എൻ്റെ കയ്യിലുള്ള ഇതിലൊക്കെ എന്താ പറയുക, ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വയ്ക്കാറ്. പക്ഷെ അതിപ്പം നമുക്ക് പറ്റില്ല. അപ്പം 2 പ്രാവശ്യമൊക്കെ ചോറ് വയ്ക്കേണ്ടി വരും. അപ്പം ജസ്റ്റ് ഒന്ന് തീ കത്തിച്ച് നോക്കാൻ പോവാണ്. കത്തും എന്തായാലും, പക്ഷെ ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികളെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും ടൈം വേസ്റ്റ് ആക്കാൻ പറ്റില്ല എന്ന് തോന്നുക. പക്ഷേ നമുക്ക് ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതെല്ലാം ഓൾറെഡി എല്ലാം ഓക്കെയാണ്, റെഡിയാണ്. അപ്പം അത് കാരണം നമുക്ക് കുഴപ്പമില്ല, ലേറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ തന്നെ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച് ചോറ് വയ്ക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കിട്ടിയാൽ മതി കുട്ടികൾക്ക്. അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സും ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വരുമ്പോൾ സ്നാക്സ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാരണം കുട്ടികളുടെ ഫുഡ് സെറ്റാണ്. അതുകൊണ്ട് നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. സോ കത്തിച്ചോക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ മാവ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കനും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തേനീച്ച കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തേനീച്ചയാണ് പറക്കുന്നതാണ് നോക്കിയത്. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പക്ഷേ പാത്രം കഴുകി വെച്ചിട്ടുണ്ട് വെള്ളം പോകാനായിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ പാത്രം എടുത്ത് വയ്ക്കാം. അപ്പോൾ അത് ചിക്കൻ ഇവിടെ ഉണ്ട്. മാവ് ഇതാ നല്ല പൊന്തി വന്നതായിരുന്നു. ഞാൻ അപ്പോൾ മിക്സ് ചെയ്തതാണ്. പിന്നെ ഇതാ പാത്രം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെന്തായാലും തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് എന്തായാലും വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെയും കുറച്ച് വെള്ളം എടുത്ത് കുടിക്കണം. എണീറ്റു. അത് എന്താ പറയുക, പലചക്കിലും വെള്ളം കൂടിയും അത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് തീ കത്തിച്ചു. അപ്പം അത് ചൂടാവണ ഗ്യാപ്പിൽ നമുക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാം. നീറ്റായില്ലേ ഗൈസ്? ഇവിടെ ഞാൻ പുല്ലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ. ഇനി ആ സൈഡും കൂടി ഉണ്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അമ്പലത്തിലെ പാട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ കുറേ കാക്കയുടെയും കിളിൻ്റെയും കിളിയല്ലോ എന്തൊക്കെയൊക്കെയോ ഭയങ്കര രസമല്ലേ ഈ സമയത്തുള്ള പുറത്തേക്ക് ഇറങ്ങിയുള്ള ഒരു സൗണ്ടുകളൊക്കെ കേൾക്കാൻ. അപ്പം എന്തായാലും ഇത് ചൂടാകുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഒരു ഗ്ലാസ് ചായ പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കും. ഞാൻ കൂളാം. ഈ മിച്ചർ ഇഷ്ടപ്പെടാനൊക്കെ ഉണ്ട്. എത്ര പേർക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. അപ്പം ഇപ്പം സമയം വന്നിട്ട് 6:30. അപ്പം നമ്മുടെ വലിയപ്പ എണീറ്റിട്ടുണ്ട്. വലിയപ്പ എന്തായാലും എൻ്റെ സൗണ്ട് ആയിട്ട് അപ്പം എണീക്കും. അപ്പം വലിയപ്പ എണീറ്റിട്ടുണ്ട്. അപ്പം പണി ഒന്നും ആയിട്ടില്ല, ചെയ്തുകൊണ്ടേ ഇരിക്കണുള്ളൂ.
അപ്പോൾ പിന്നെ നേരത്തെ എണീക്കും, എന്തുണ്ടായാലും വേണ്ടില്ല, നേരത്തെ എണീക്കും. അപ്പം എൻ്റെ ഒരുവിധം ഓക്കെ അപ്പോൾ ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞു. ഇതാ ചായ ഒഴിച്ചുകൊണ്ടിരിക്കണം. കുട്ടികൾ പോയി. ചായ ഒടിച്ചിട്ട് ഉഴുന്ന ദോശയും പിന്നെ അരിപ്പൊടിയുടെ ദോശയും ചിക്കൻ കറിയും ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ മടക്കളയിൽ കയറി കുട്ടികളെ ഒരുക്കി വിടുന്ന ഗ്യാപ്പിൽ അപ്പോൾ ചോറ് ഇതാ വെന്ത് തുടങ്ങുന്നുണ്ട്. ഓക്കെ, പിന്നെ ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിച്ച് കഴിഞ്ഞ ശേഷം സോ ഇത് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ അടുപ്പ് കത്തിച്ചായിരുന്നു. അപ്പോൾ കത്തിച്ചപ്പോൾ അതിൽ നിന്നുള്ള വെണ്ണൂറുണ്ടല്ലോ, വെണ്ണീര്, ഇത് നമ്മൾ മിക്ക ആൾക്കാരും തെങ്ങിൻ്റെ അടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും കൊണ്ടിടുന്നത്. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ തെങ്ങിനും നമ്മൾ കൃഷി സ്ഥലത്തൊക്കെ ഇട്ടാൽ നല്ലതാണ്. നല്ല ഗുണങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഞാനിത് ചെയ്യാറ്. ഇതെടുത്തിട്ട് ഞാൻ അതേപോലെ തന്നെ തെങ്ങിനും വാഴയ്ക്കും അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവിടും. പക്ഷെ ഞാനിതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഞാൻ ഒരു സൈഡിലോ മഞ്ഞൾ കുഴിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം അവിടെ വേറെ പുല്ലൊക്കെ മുളച്ച് കച്ചറ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അടിച്ചു വാരുന്ന ചമ്മലൊക്കെ ഉണ്ടാവില്ല, ഇലകളും, ആ ഇലകളും അവിടെ ഇടും. അതിന് മേലെ കഞ്ഞിവെള്ളവും ഈ വെണ്ണീറും ഒക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പുല്ല് അങ്ങനെ വരില്ല, നല്ല നീറ്റായിരിക്കും. പക്ഷെ നമ്മൾ നടക്കുന്ന സ്ഥലത്ത് തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ചെയ്യുന്നില്ല. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാനിതിട്ടിട്ട് പുല്ല് മുളയ്ക്കാതെ നല്ല സെറ്റായിട്ട് എന്താ പറയുക, ഈ കുഴിച്ചിട്ട സാധനങ്ങൾ മാത്രം നല്ല ഹെൽത്തി ആയിട്ട് വളരും. ബാക്കി പുല്ലും സാധനങ്ങളൊന്നും വല്ലാതെ വളരാതെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് പേര് വീഡിയോസിൽ പറയുന്നത് കേട്ട് ട്രൈ ചെയ്തതാണ് കേട്ടോ. പക്ഷെ സംഭവം സക്സസ് ആയിട്ടുണ്ട്. കാരണം കഞ്ഞിവെള്ളവും വെണ്ണീറും ഒക്കെ അവിടേക്ക് ഇടുമ്പോൾ മണ്ണ് നല്ല അത് എന്താ പറയുക, നമ്മൾ ഈ വളങ്ങളൊക്കെ കുറേ കൊണ്ടുവന്നിട്ട് ചേർത്ത് കൊടുക്കില്ലേ, അപ്പോൾ കിട്ടുന്ന അതേപോലത്തെ ഗുണങ്ങൾ ആ ഒരു മണ്ണിനും കിട്ടുന്നുണ്ട്. പോരാത്തതിന് അവിടെ പുല്ല് വളരണേനും ഒക്കെ കുറവുമുണ്ട്. അപ്പോൾ രണ്ട് കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, പുല്ലും വളരില്ല. രണ്ട്, നമ്മൾ എന്താണോ നട്ട് വളർത്തിയിട്ടുള്ളത് അതിന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ വളരാനോ പറ്റുന്നുമുണ്ട്. കറിവേപ്പിലേക്ക് ഇത് കുറേ ഇട്ടുകൊടുത്താൽ നന്നായിട്ട് വളരും കേട്ടോ. ഞാൻ കറിവേപ്പിലേക്ക് അത്യാവശ്യം ഇട്ടുകൊടുത്തിട്ട് അത് നല്ല ഹെൽത്തി ആയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി എല്ലാത്തിനും ഇട്ട് കൊടുക്കലൊക്കെ തുടങ്ങിയത്. പിന്നെ വാഴയ്ക്കും അത്യാവശ്യം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേറെ സ്ഥലത്ത് ഗ്രോ ബാഗൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇനി പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി ഇടണം. അതിനായിട്ട് കവറിലാക്കി വെച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ ആ കഞ്ഞിവെള്ളത്തിനോട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇടാനാണ്. പക്ഷെ ഇത് കവറിൽ വെച്ചിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് വേണം പോയിട്ട് ചെയ്യാനായിട്ട്. കാരണം ഞാൻ അവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പുല്ല് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനി ഇങ്ങനെ കൊണ്ടും കൂടി ഇടണം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.